നമുക്ക് ആരംഭിക്കാം. ഓം സഹനവതു സഹനരുനക്തു സഹവീര്യം കരവാവഹൈ തേജസ്വിനാവതീതം സുഖാഭിഷാഖൈ ശാന്തി ശാന്തി ശാന്തി. ആലമീരായ ഗംഭീരമായ ഈ 23-ാം അധ്യായമല്ലേ നാമസ്കന്ധം? അതെ സർ. നവമസ്കന്ധം 23-ാം അധ്യായം. ശ്രീശുകോവാച അനോ സഭാനരശ്ചക്ഷു പരോക്ഷത്രയഫുദാഹം സഭാനരാത് കാലനര സഞ്ജയതത്സുതസ്തതാം. അധ്യായം അധികവും വംശപരമ്പരയുടെ പേര് മാത്രം പറഞ്ഞു വിടുന്നത് മാത്രമേ ഉള്ളൂ. വേറെ വിസ്തരിച്ചൊന്നും പറയാനില്ല. എല്ലാം പേരുകളാണ്. ആ പേര് മാത്രം ഒന്ന് പറഞ്ഞു വിടാനുള്ള അല്ലാതെ നിങ്ങൾക്ക് അതിനധികം പഠിക്കാൻ കാര്യമായിട്ട് ഇല്ല എന്നുള്ള സ്ഥലത്തേ ഉള്ളൂ. ബാക്കി നമുക്ക് വെറുതെ വായിച്ചു വിടാനേ ഉള്ളൂ. അനോഹോ എന്ന് വെച്ചാൽ അനുവിന്, മൂന്ന് പുത്രന്മാർ. സഭാനരൻ, അനു, ദൃഹ്യു, തുർബശു എന്നുള്ള 3 പേരുടെ വംശപരമ്പര മാത്രമാണ് ഇതിൽ പറയാൻ പോകുന്നത്. യയാതിയുടെ പുത്രന്മാരിലെ 5ാമനായ പുത്രന്റെ വംശം, പൂരുവിന്റെ വംശം നിരൂപിച്ചു കഴിഞ്ഞു. ഇനി 4ാമത്തെ വംശത്തെ കുറിച്ചാണ്. യയാതിയുടെ ആ 5 പുത്രന്മാരുടെ വംശത്തെ കുറിച്ച് പറഞ്ഞു വരിക. അതിൽ അനുവിന് സഭാനരൻ, ചക്ഷുഫ്, പരോക്ഷൻ എന്ന് 3 പുത്രന്മാർ. അനുഹു സഭാനരഹ ചക്ഷുഹു പരോക്ഷത്രയഫുത 3 പുത്രന്മാർ. അതിൽ സഭാനരൻ നിന്നും കാലനരനും അവന്റെ പുത്രനായിട്ട് സൃഞ്ജയനും ഉണ്ടായി. സഭാനരാത് കാലനരഹ സൃഞ്ജയ തത്ഫുതഃ തതഃ. അനോ സഭാനരശ്ചക്ഷു പരോക്ഷത്രയഫുതാം സഭാനരാത് കാലനര സൃഞ്ജയ തത്ഫുതസ്തതാം. അനോ സഭാനരശ്ചക്ഷു പരോക്ഷത്രയഫുതാം സഭാനരാത് കാലനര സൃഞ്ജയ തത്ഫുതസ്തതാം. ജനമേജയസ്തസ്യ പുത്രോ മഹാശീലോ മഹാമനാഃ ഉഷീനരസ്ഥിതിക്ഷുശ്ച മഹാമനഭ ആത്മജവും. ജനമേജയ തസ്യ പുത്രൻ, അവന്റെ പുത്രൻ ജനമേജയൻ. പുത്രോ മഹാശീലോ മഹാമനാഃ, സഞ്ജയന്റെ പുത്രൻ ജനമേജയൻ. അവന്റെ പുത്രൻ മഹാശീലൻ. ജനമേജയ തസ്യ പുത്രഃ മഹാശീലഃ. അവന്റെ പുത്രൻ മഹാമനഫ്. അവന്റെ പുത്രന്മാരായിട്ട് ഉഷീനരൻ, തിദിക്ഷു എന്ന് 2 പേരുണ്ടായി. അപ്പൊ ജനമേജയ തസ്യ പുത്രഃ മഹാശീലോ മഹാമനാഃ ഉഷീനരഃ തിദിക്ഷുഃ ച മഹാമനഫ ആത്മജൗ. ജനമേജയ തസ്യ പുത്രോ മഹാശീലോ മഹാമനാം ഉഷീനരഃ തിദിക്ഷുശ്ച മഹാമനഫ ആത്മജൗ. ശിബിർവനശമർദക്ഷശ്ചത്വാരോ ഈശരാത്മജാഹം വൃഷദർഭഫുവീരശ്ച മദ്ര കൈകയ ആത്മജാഹം. ശിബി, വനൻ, ശമി, ദക്ഷ. ശിബിർ, വന, ശമിർ, ദക്ഷ എന്ന 4 പേർ ഉഷീനരപുത്രന്മാർ. ശിബിഹി, വനഃ, ശമിഹി, ദക്ഷഃ ചത്വാരോ ഉഷീനരാത്മജാഹ. ഈ 4 പേർ ഉഷീനരന്റെ പുത്രന്മാർ, ഉഷീനരാത്മജാഹ. വൃഷദർഭഃ ഫുവീരശ്ച, വൃഷദർഭൻ, ഫുവീരൻ, മദ്രഃ, കൈകയഃ. ഈ 4 പേർ ശിബിയുടെ പുത്രന്മാർ. വൃഷദർഭ ഫുവീരശ്ച മദ്ര കൈകയ ആത്മജാഹം. ശിവേശ്ചത്വാരേവാഹം സ്ഥിതിക്ഷോശ്ച വൃഷദ്രഥാം തതോ ഹേമോऽഥ ഫുതവാം ബലിഫുതബഫോ ഭവത്. ശിബേഹ്, ശിബിക്കും 4 പുത്രന്മാർ. ഏവ ആഫൻ ഉണ്ടായി. ശിബേഹ് 4 ആഫൻ. തിദിക്ഷോശ്ച വൃഷദ്രഥ. ശിബിക്ക് 4 പുത്രന്മാരുണ്ടായിരുന്നു. അതിൽ തിദിക്ഷുവിനും വൃഷദ്രഥനും അവനിൽ നിന്ന് ഹേമനും അവന്റെ പുത്രനായിട്ട് ഫുതബഫും അവന്റെ പുത്രനായിട്ട് ബലിയും ഉണ്ടായി.
शिवेश्चत्वारेव आफन् तिदिक्षोश्च वृषद्रथः ततो हेमो अथ फुदपाः बलिफुदपफो अभवत्। शिवेश्चत्वारेव संस्थिदिक्षोश्च वृषद्रथा ततो हेमो अथ फुदपा बलिफुदपफो अभवत्। अङ्गवङ्गकलिङ्गाद्याः फुक्म पुण्ड्रान्धभञ्जनाः जज्ञिरे दीर्घतमसो बले क्षेत्रे महीक्षितः। अङ्गवङ्गकलिङ्गाद्याः അങ്കൻ വങ്കൻ കലിംഗൻ ആദികളായ ഫുക്മ പുണ്ട്ര ആന്ധ്രപത്നിതാഹ. അങ്കൻ വങ്കൻ കലിംഗൻ എന്നുള്ള 3 രാജാക്കന്മാർക്ക് ഫുക്മൻ പുണ്ട്രൻ ആന്ധ്രൻ എന്നു പേരായ 6 പുത്രന്മാർ. 3 3 6. ഉദധ്യപുത്രനായ ദീർഘതമസിന് ബലി എന്ന പേരായ ഒരു രാജാവിന്റെ 6 പുത്രന്മാരെ കുറിച്ചാണ് പറഞ്ഞത്. അംഗ വങ്ക കലിംഗാദ്യാഹ ഫുക്മ പുണ്ട്ര ആന്ധ്രപത്നിതാഹ ജജ്ഞിരെ ജനിച്ചു ദീർഘതമസോ ബലേഹ ക്ഷേത്രേ മഹീക്ഷിത. ദീർഘതമസിനെ ബലി എന്നു പേരായ ബലേഹെ ബലി എന്നു പേരായ രാജാവിന്റെ ക്ഷേത്രേ, ക്ഷേത്രം കളത്രം പത്നി ഋഷിസ്ഥലം, ക്ഷേത്രേ മഹീക്ഷിത രാജാവിന്റെ 6 പുത്രന്മാർ ഉണ്ടായി. അംഗവംഗലിംഗാദ്യ ഫുക്മപുണ്ട്ര ആന്ധ്രപത്നിതാഹ യജ്ഞിന്റെ ദീർഘതംസോ ബലേ ക്ഷേത്രേ മഹീക്ഷിതാം ചക്രുഫ്നാംന വിഷയൻ ഷഡിമാൻ പ്രാച്യകാംശ്ചതേ സ്വനപാനോംഗതോ യജ്ഞേ തസ്മാത് ഇവിരഥസ്തതഃ സുതോ ധർമ്മരഥോ യജ്ഞേ ചിത്രരഥോപ്രജാഹം. ചക്രുഹു ചെയ്തു സ്വനാംന സ്വന്തം പേരോടുകൂടിയവരെ, വിഷയാൻ ഷഡിമാൻ ഈ 6 പേരെ, പ്രാച്യകാംശ്ച കിഴക്കേ ദിക്കിൽ സ്ഥാപിച്ചു. ഈ അങ്കൻ മുതലായ 6 പേർ അവരവരുടെ പേരോടുകൂടിയ ദേശങ്ങൾ രാജാക്കന്മാരായിട്ട് വാഴിച്ചു. അങ്കനെ അംഗരാജാവാക്കി, വങ്കനെ വങ്കരാജാവാക്കി, കലിംഗനെ കലിംഗ രാജാവാക്കി, ഫുക്മനെ ഫുക്മ രാജാവാക്കി, പുണ്ട്രനെ പുണ്ട്ര രാജാവാക്കി, ആന്ധ്രനെ ആന്ധ്ര രാജാവാക്കി. അതാണ് ചക്രുഹു സ്വനാംന വിഷയൻ ഷഡിമാൻ. ഈ 6 പേരെയും അവരവരുടെ പേരോടുകൂടിയ വിഷയങ്ങൾ രാജ്യങ്ങളെ പ്രാച്യകാംശ്ച അവരെ കിഴക്ക് ആദിയായിട്ട് ഓരോ ദിക്കിൽ സ്ഥാപിച്ചു. അതിൽ നിന്നും സ്വനപാനോ അംഗത അങ്കന്റെ പുത്രനായിട്ട് സ്വനപാനൻ ജജ്ഞെ ജനിച്ചു. തസ്മാത് ദിവിരഥ അവന്റെ പുത്രനായിട്ട് ദിവിരഥനും അവന്റെ പുത്രനായിട്ട് ധർമ്മരഥനും അവന്റെ പുത്രനായിട്ട് ചിത്രരഥനും ഉണ്ടായി. അംഗതോ ജജ്ഞേ തസ്മാത് ദിവിരഥ തതഃ ഫുദോ ധർമ്മരഥോ യജ്ഞേ ചിത്രരഥോ അപ്രജ. അതിൽ അവസാനത്തെ പുത്രനായ ചിത്രരഥൻ സന്താനം ഉണ്ടായില്ല. അപ്രജ പ്രജകൾ സന്താനങ്ങൾ ഉണ്ടാകാത്തവനായി. ചക്രുഫ്നാംനാവിഷയൻ ഷഡിമാൻ പ്രാച്യകാംശ്ചതേ സ്വനപാനോംഗതോ ജജ്ഞേ തസ്മാത് വിവിരഥസ്തതഃ ഫുദോ ധർമ്മരഥോ യജ്ഞേ ചിത്രരഥോപ്രജാഹം. രോമപാദൈതിഖ്യാതസ്തസ്മൈ ദശരഥർഫഖാം ശാന്തം സ്വകന്യാം പ്രായച്ഛത് ഋഷ്യശൃംഗ ഉവാഹതാം. ഈ പ്രജാഹീനനായിരുന്ന ചിത്രരഥനെ വേറൊരു പേരുണ്ടായി, രോമപാത ഇതിഖ്യാത. ആ ചിത്രരഥന് മറ്റൊരു പേരുണ്ട്, രോമപാതൻ എന്നാണ്. ഇതിഖ്യാത എന്ന് പ്രസിദ്ധനായത്. തസ്മൈ അവനായിക്കൊണ്ട് ദശരഥ ഫഖ അവന്റെ ഫഖാവായ ദശരഥൻ ശാന്താം സ്വകന്യാം പ്രായച്ഛ ശാന്ത എന്ന സ്വന്തം പുത്രിയെ കൊടുത്തു. ശാന്താം സ്വകന്യാം പ്രായച്ചത് ഋഷ്യശൃംഗ ഉവാഹത. അങ്ങനെ കൊടുത്തപ്പോൾ അവളെ
സ്വന്തം കന്യയെ കൊടുത്തപ്പോൾ ആ കന്യയെ അദ്ദേഹം ഋഷ്യശൃംഗന് വിവാഹം കഴിച്ചു കൊടുത്തു. അതിന്റെ കഥ താഴെ പറയുന്നു എന്തുകൊണ്ടാണ് അങ്ങനെ വേണ്ടിയെന്ന്. അല്ലെ, ഒരാൾക്ക് കന്യകയെ ദാനം കൊടുത്താൽ താനല്ലേ അനുഭവിക്കേണ്ടത്. അത് താൻ മറ്റൊരാൾക്ക് എന്ത് ചെയ്തു? ദാനം ചെയ്തു. രോമപാദൈതിഖ്യാതസ്തസ്മൈ ദശരഥം ശാന്തം സ്വകന്യാം പ്രായച്ഛത് ഋഷ്യശൃംഗ ഉവാഹതാം ദേവേയവർഷതി യം രാമ ആനിന്യുർഹരിണീഫുതാം നാട്യസംഗീതവാദിത്രേ വിക്രമാലിംഗനാർഹണൈഹി. ദേവേ, ഇന്ദ്രൻ, അവർഷതി, ഇന്ദ്രൻ കുറെ കാലം ഈ രോമപാദന്റെ രാജ്യത്ത് മഴ പൊഴിക്കാതിരുന്നു. ദേവേ അവർഷതി, രോമപാദം രാജാവിന്റെ രാജ്യത്ത് ഇന്ദ്രൻ മഴ പൊഴിക്കാതിരുന്നപ്പോൾ, ഇന്നത്തെ പോലൊക്കെ ഉണ്ടാവാം, അന്നും ഉണ്ടായിട്ടുണ്ട്, 1, 2, 3 വർഷമൊക്കെ മഴയില്ലാതിരിക്കുന്നൊരവസ്ഥ സങ്കല്പിക്കാൻ നമുക്ക് പറ്റില്ല. പക്ഷെ അങ്ങനെയൊക്കെ ഉണ്ടായേക്കാം. രാമാഹ, സുന്ദരിമാർ, സ്ത്രീകൾ, ആനന്യുഹു, ആനയിക്കപ്പെട്ടു, ഹരിണീസുതം, ഹരിണിയുടെ പുത്രനായ ഋഷ്യശൃംഗനെ. വിഭാണ്ഡകന്റെ പത്നിയുടെ പേരാണ് ഹരിണി. ആ ഹരിണിയുടെ പുത്രനായ ഋഷ്യശൃംഗനെ ആനന്യുഹു, ആനയിച്ചു. ആരെ? രാമാഹ, സ്ത്രീകൾ. എങ്ങനെയാണ്? നാട്യ സംഗീത വാദിത്രി, നാട്യം കൊണ്ട്, സംഗീതം കൊണ്ട്, വാദം കൊണ്ട്, വാദ്യം കൊണ്ട്, വിഭ്രമ ആലിംഗനെ അർഹണേ, വിഭ്രമം കൊണ്ട്, ആലിംഗനം കൊണ്ട്, പൂജാദികൾ കൊണ്ടൊക്കെ വശീകരിച്ച് അദ്ദേഹത്തെ നാട്ടിലേക്ക് കൊണ്ടുവന്നു. കാരണം ഋഷ്യശൃംഗനെ രാജ്യത്ത് കൊണ്ടുവന്നാൽ ആ രാജ്യത്ത് മഴ പെയ്യും എന്ന് ബ്രാഹ്മണരെല്ലാം കൂടി രോമപാദനെ അറിയിച്ചു. അങ്ങനെ ഋഷ്യശൃംഗനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കുറെ സുന്ദരികളായ ഗണികകളെ പറഞ്ഞയച്ചു. കാരണം ഇവൻ വിഭാണ്ഡകന്റെ കീഴിൽ പുറത്തെങ്ങും പോവാതെ, സ്ത്രീകളെ കാണാതെ അദ്ദേഹം വളർത്തിക്കൊണ്ട തന്റെ അനുഭവം ഇങ്ങനെ ആയതുകൊണ്ട് ഇത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വിഭാണ്ഡകൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. പക്ഷെ അത് ഫലമില്ലാണ്ടാകും. കാരണം കാമവാസനകൾ എങ്ങും പുറത്തുനിന്നും സ്വീകരിക്കുന്നതല്ല, ഉള്ളിലുള്ളതാണ്. അത് പുറത്തുനിന്ന് ഓരോന്നും കണ്ടില്ല. അതിനെ ഉദ്ദീപിപ്പിക്കാൻ പുറത്തെ ചില സാഹചര്യങ്ങൾ ഉപയോഗിക്കുന്നത് മാത്രമേ ഉള്ളൂ, ഉള്ളിലുണ്ടാകും. അത് ജന്മകൃതമായ ഒരു വാസനയാണ് കാമം. അതിനെ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റില്ല. അതിന് നമുക്ക് അമർച്ച ചെയ്തു വെക്കാം. എന്തുകൊണ്ട്? തപസ് കൊണ്ട്. വിഭാണ്ഡകന്റെയും പുത്രൻ ഐശ്വര്യന്റെയും കഥ അതാണ് ബോധ്യപ്പെടുന്നത്. ഇങ്ങനെയുള്ള കാമാദികളായ വികാരങ്ങളെ അടക്കി വയ്ക്കാനേ പറ്റുള്ളൂ, ഇല്ലാതാക്കാൻ പറ്റില്ല. അതിനാണ് തപസ് മുടങ്ങാതെ ചെയ്യണം. എപ്പോഴാണോ തപസ്സിന് വിഘ്നം വരുന്നത് അപ്പോൾ കാമാദികളായ വികാരങ്ങൾ വരും. ഋഷിമാർ അനേകം സ്ത്രീകളുടെ പുറകെ പോയ കഥകളൊക്കെ നമുക്കറിയാം. അതൊക്കെ ഈ തപസ്സിന് വിഘ്നം വരുമ്പോൾ ഉണ്ടാകുന്ന കാമത്തിന്റെ ഉദ്ദീപനമാണ്. കാമവും ദ്വേഷവും അങ്ങനെയാണ്. പല ഋഷിമാരും ഭയങ്കരമായിട്ട് ദൈവത്തെ ദേഷ്യപ്പെടുന്നവരാണ്, കാമിക്കുന്നത്. കാരണം അവരുടെ തപസ്സിന് പാകമാകാതെ വരുമ്പോൾ, തപസ്സിന് വിഘ്നം വരുമ്പോൾ ഈ വഴിയിലൊക്കെ തിരുത്തി തപസ്സിന് മുടക്കാൻ വേണ്ടി ഉർവശാദികളായ സുന്ദരിമാരെയാണ് പറഞ്ഞേക്കുന്നത്. കാരണം കാമമാണ് തപസ്സിന്റെ ഏറ്റവും വലിയ വൈരി. അതുകൊണ്ട് ഇവിടെ വിഭാണ്ഡകന്റെയും ഹരിണിയുടെയും പുത്രനായ ഋഷ്യശൃംഗനെ കൊണ്ടുവന്നാൽ ഈ ഭൂമിയിൽ മഴ പെയ്യും എന്ന് ബ്രാഹ്മണർ രചിച്ചു. അതനുസരിച്ച് സുന്ദരികളായ ഗണികകളെ കാട്ടിലേക്ക് പറഞ്ഞയച്ചു. അവരവിടെ എത്തി ധാരാളം കളികൾ നടത്തി, പാട്ടുപാടി, വാദ്യവിശേഷങ്ങൾ മുഴക്കി, വിവിധങ്ങളായ ശൃംഗാര ചേഷ്ടകൾ കാണിച്ചു, ആലിംഗനം ചെയ്തു, സൽക്കരിച്ചു. അങ്ങനെ ഒരു കണക്കിന് ഋഷി അവരെ രാജ്യത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ദേവേവർഷതീയം രാമ ആനിന്ദുഹരിണീഫുതം നാട്യസംഗീതവാദിത്തേ വിഭ്രമാലിംഗനാർഹണേ. ദേവേവർഷതീയം രാമ ആനിന്ദുഹരിണീഫുതം നാട്യസംഗീതവാദിത്രേ വിഭ്രമാലിംഗനാർഹണേ. സതുരാജ്ഞോ അനപത്യസ്യാം നിരൂപ്യേഷ്ടിം മരുത്വതാം പ്രജാമദാദശരഥോ ഏന ലേഭ്യ പ്രജാഹം. സതുരാജ്ഞയും അനപത്യസ്യ, അവനാകട്ടെ അനപത്യനായിരിക്കുന്ന രാജാവിനെ നിരൂപ്യ ഇഷ്ടിം മരുത്വത, നിരൂപ്യ ചിന്തിച്ചിട്ട് വിചാരിച്ചിട്ട്, ഇഷ്ടി എന്ന് വെച്ചാൽ യാഗത്തെ, മരുത്വത ഇഷ്ടി, മരുത്വാൻ ഇന്ദ്രൻ, മരുത്വത ഇഷ്ടിം ഇന്ദ്രസംബന്ധിയായ യാഗത്തെ
മരുത്വതഃ ഇഷ്ടിം തതോ രാജ്ഞൗ അനപത്യസ്യ നിരൂപ്യ മരുത്വതഃ ഇഷ്ടിം പ്രജാം അദാത് ദശരഥോ ഏന ലേഭേ അപ്രജാപ്രജാഹ. വിശ്വസിംഹമുനി ഇന്ദ്രനെ പ്രീതി വരുത്താനുള്ള യാഗങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ പ്രജാഹീനനായ രോമപാദ മഹാരാജാവിന് സന്താനത്തെ ജനിപ്പിച്ചു. വിശ്വസിംഹമുനി നടത്തിയ പുത്രകാമേഷ്ടി എന്നു പേരുള്ള ആ യാഗം കൊണ്ട് തന്നെ സന്താനമില്ലാതിരുന്ന ദശരഥനും ശ്രീരാമാദികളായ 4 പുത്രന്മാർ ഉണ്ടായി എന്ന് അശ്വമേധത്തിന്റെയും പുത്രകാമേഷ്ടിയുടെയും ഒക്കെ മാഹാത്മ്യത്തെ ഒന്ന് വിവരിച്ചാണ് രോമപാദന് അങ്ങനെയാണ് ഉണ്ടാവാൻ കാരണമായത് എന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഫതുരാജ്ഞോനപത്യസ്യ നിരൂപ്യേഷ്ടിം മരുത്വത പ്രജാമദാ ദശരഥോ ഏന ലേഭേ അപ്രജാപ്രജാഹം ചതുരംഗോ രോമപാദാൻ പൃഥുലാക്ഷസ്തുതൽസുതാ ബൃഹദ്രഥോ ബൃഹത് കർമ്മ ബൃഹദ്ധാനുഷ്ഠതൽസുതാഹം. അങ്ങനെ രോമപാദന്റെ പുത്രന് ചതുരംഗൻ എന്ന് പേർ. ചതുരംഗോ രോമപാദാത് പൃഥുലാക്ഷസ്തുതൽസുത. അപ്പൊ രോമപാദന്റെ പുത്രൻ ചതുരംഗൻ, ചതുരംഗന്റെ പുത്രൻ പൃഥുലാക്ഷൻ, ബൃഹദ്രഥൻ, ബൃഹത് കർമാവ് എന്ന് 3 പേർ. ഇത് ബൃഹദ്ധാനു എന്ന് 3 പേർ പൃഥുലാക്ഷപുത്രന്മാർ. ബൃഹദ്രഥോ ബൃഹത് കർമാ ബൃഹദ്ധാനുഷ്ഠതൽസുതാഹ ചതുരംഗോ രോമപാദാത് പൃഥുലാക്ഷസ്തുതൽസുത ബൃഹദ്രഥോ ബൃഹത് കർമാ ബൃഹദ്ധാനുഷ്ഠതൽസുത ആദ്യാത് ബൃഹന്മനാഃ തസ്മാത് ജയദ്രഥ ഉദാഹൃതാം വിജയസ്തഫ്യ സംഭൂത്യം തതോ ധൃതിരജായത. ആദ്യാത് ആദിയിലുണ്ടായവരിൽ നിന്നും ബൃഹന്മനാഹ അവനിൽ നിന്നും ബൃഹന്മനഫ് എന്ന അവനിൽ നിന്നും ആദ്യനായ ബൃഹത്തിൽ നിന്നും ബൃഹന്മനഫ് എന്ന പേരായ പുത്രനുണ്ടായി. ആദ്യനായ ബൃഹദ്രഥ് അവനിൽ നിന്നും ബൃഹന്മനഫ് എന്ന പുത്രൻ ഉണ്ടായി. അവനിൽ നിന്നും ജയദ്രഥൻ എന്ന പുത്രൻ ഉണ്ടായി. ബൃഹന്മനാഹ തസ്മാത് ജയദ്രഥ ഉദാഹൃത. ജയദ്രഥനെ സംഭൂതി എന്ന് വിജയസ്തഫ്യ സംഭൂത്യാം യതോ ധൃതിരജായത. ജയദ്രഥന് സംഭൂതി എന്ന പേരായ ഭാര്യയിൽ വിജയൻ എന്ന പുത്രനും അവൻ നിന്ന് ധൃതി എന്ന പേരായ പുത്രനും ഉണ്ടായി. ആദ്യാത് ബൃഹന്മനാസ്തസ്മാൻ ജയദ്രഥശ്ച ഉദാഹൃതാം വിജയസ്തഫ്യ സംഭൂത്യം തതോ ധൃതിരജായത. തതോ ധൃതൗ വ്രതസ്തഫ്യാം സത്കർമാധിരഥസ്തദാം ഗോഫൗ ഗംഗാതലേ ക്രീഡൻ മഞ്ജൂഷാന്തർഗതം ശിശും കുന്ത്യാപവിദ്ധം കാനീനം അനപത്യോകരോത്സുതം വൃഷഭേന ഫുതസ്തസ്യ കർമ്മസ്യ ജഗദീപതേഹ. ആ ധൃതിയിൽ നിന്ന് ധൃതവ്രതനുണ്ടായി. തതോ ധൃതവ്രത നമ്മൾ പറഞ്ഞ ധൃതി ഉണ്ടായി എന്നാണ്. ആ ധൃതിയിൽ നിന്നും ധൃതവ്രതനുണ്ടായി. തസ്യ അവന് സത്കർമ്മ അധിരഥ അവന്റെ പുത്രനായിട്ട് സത്കർമാവും സത്കർമാവിന്റെ പുത്രനായിട്ട് അധിരഥനും ഉണ്ടായി. തതോ ധൃതവ്രത തസ്യ സത്കർമ്മ അധിരഥസ്തത യോഫൗ. ആ അധിരഥൻ യാതൊരുവനാണോ അവൻ ഗംഗാതലേ ക്രീഡൻ ഗംഗാതീരത്ത് കുളിക്കുമ്പോൾ മഞ്ജൂഷ അന്തർഗതം ശിശു. മഞ്ജൂഷ എന്ന് വെച്ചാൽ പെട്ടി എന്നർത്ഥം. മഞ്ജൂഷ അന്തർഗതം പെട്ടിക്കകത്തുള്ള. മഞ്ജൂഷ എന്ന് ദീർഘമാണ് പെട്ടി. മഞ്ജുഷയല്ല, മഞ്ജൂഷ പെട്ടി എന്നർത്ഥം. മഞ്ജൂഷ അന്തർഗതം ശിശു. ആ അതിരഥൻ ഗംഗയിൽ കളിച്ചുകൊണ്ടിരിക്കെ ഒരു പെട്ടി ഒഴുകി വരുന്നോണ്ട് ആ പെട്ടി തുറന്നു നോക്കുമ്പോൾ അതൊരു ശിശുവിനെ കണ്ടു. അതാരാണ്? കുന്ത്യ അപവിദ്ധം കാനീനം. കുന്തിദേവി അപവിദ്ധം ഉപേക്ഷിക്കപ്പെട്ട കാനീനം
ജ്യേഷ്ഠനായ അല്ല എന്താ കന്യകയിലുണ്ടായ കാനീനം കന്യകയിലുണ്ടായ കാനീനം അനപത്യോ അകരോത്സുതം. അങ്ങനെ കന്യകാജാതനായ പുത്രനെ അകരോത് പുത്രനാക്കി തീർത്തു. അതിരഥനെ ഗംഗാതീരത്തിന് കിട്ടിയ ഈ പെട്ടിക്കുള്ളിലായിരുന്ന ശിശുവിനെ സന്താനമില്ലാതിരുന്ന അദ്ദേഹം തന്റെ പുത്രനെ പോലെ ആക്കി മാറ്റി. അനപത്യനായിരുന്ന അധിരഥൻ സുതം കുന്തിയാൽ പെട്ടിയിൽ ഉപേക്ഷിക്കപ്പെട്ട ഈ പുത്രനെ സന്താനമാക്കി ചെയ്തു, സ്വന്തം മകനെ പോലെ ചെയ്തു. വർഷഫേനഹ ഫുതഹ തഫ്യ കർണഫ്യ ജഗതീപതേഹി. അവനെ കർണഫ്യ ജഗതീപതേഹി, ആ പുത്രന്റെ പേര് കർണൻ എന്നാണ്, നമുക്കെല്ലാം അറിയാവുന്ന കഥയാണ്. ആ ജഗതീപതിയായ കർണന് ഒരു പുത്രനുണ്ടായി, വൃഷഫേനൻ എന്ന പുത്രൻ. വൃഷഫേനഹ ഫുതഹ തഫ്യ കർണഫ്യ ജഗതീപതേഹി. തതോ ധൃതൗ വ്രതസ്തഫ്യ ഫത്കർമാധിരഥസ്തതാം യോഫൗ ഗംഗാതലേ ക്രീഡൻ മഞ്ജൂഷാന്തർഗതം ശിശും കുന്ത്യ അവവിദ്ധം കാനീനം അനപത്യോ ഗരോത്ഫുതം വൃഷഫേന ഫുതസ്തഫ്യ കർണഫ്യ ജഗതീപതേ ദൃക്ഷ്യോക്ഷതനയോ വക്രൗ ഫേതുസ്തഫ്യത്മജസ്തതാം ആരബ്ധസ്തഫ്യ ഗാന്ധാരസ്തഫ്യ ധർമ്മസതോധതാം. അപ്പം യയാതിയുടെ 4-5 പുത്രന്മാരിലെ അനുവിന്റെ കഥയാണ് ഇവിടെ പറഞ്ഞ് അതവിടെ ഉപസംഹരിച്ചിട്ട് ദൃക്ഷ്യൂശ്ചതനയോ, യയാതിയുടെ 3-ാമത്തെ പുത്രന്റെ പേര് ദൃക്ഷു എന്നാണ്. അവന്റെ വംശത്തെ കുറിച്ച് പറയാം. ദൃക്ഷ്യോശ്ചതനയ, ദൃക്ഷ്യുവിന്റെ പുത്രൻ ബഭ്രുഹു, അവന്റെ പുത്രൻ ബഭ്രുവാണ്, അവന്റെ പുത്രൻ ഫേതുവാണ്. തഫ്യ ആത്മജസ്തതഃ, അവന്റെ പുത്രൻ ആരബ്ധനാണ്, അവന്റെ പുത്രൻ ഗാന്ധാരനാണ്, അവന്റെ പുത്രൻ ധർമ്മസുതൻ, അവന്റെ പുത്രൻ ബഭ്രുതൻ. ദൃക്ഷ്യോശ്ചതനയോ ബഭ്രുഹു ഫേതുഹു തഫ്യാത്മജ. ബഭ്രുവിൽ നിന്ന് ഫേതുവുണ്ടായി, ഫേതുവിൽ നിന്ന് ആരബ്ധനുണ്ടായി, ആരബ്ധനിൽ നിന്ന് ഗാന്ധാരനുണ്ടായി, അവനിൽ നിന്ന് ധർമ്മസുതനുണ്ടായി, അവനിൽ നിന്ന് ധൃതൻ ഉണ്ടായി. ദൃക്ഷ്യോശ്ചതനയോ ബഭ്രൗ ഫേതുസ്തഫ്യാത്മജസ്തതാം ആരബ്ധസ്തഫ്യ ഗാന്ധാരസ്തഫ്യ ധർമ്മസുതോ ധൃതാം. ധൃതസ്യദർശനാസ്തസ്മാത് പ്രചേതാഹ പ്രാചേതസം മ്ലേച്ഛാധിപതയോ ഭൂവന് ഉദീചിം ദിശമാശ്രിതാഹ. ധൃതന്റെ പുത്രൻ ദുർമനസ്, അവൻ നിന്ന് പ്രചേതസ്. ധൃതസ്യ ദുർമനാഹ തസ്മാത് പ്രചേതാഹ. ആ പ്രചേതസിന് 100 പുത്രന്മാരുണ്ടായി. പ്രാചേതസം 100. പ്രചേതാഹ, പ്രചേതസ് എന്ന പുത്രനുണ്ടായി. പ്രാചേതസം, പ്രചേതസിന്റെ പുത്രനായിട്ട് 100 പേര്. മ്ലേച്ഛാധിപതയോ അഭൂവന് ഉദീചിം ദിശമാശ്രിത. അവര് വടക്ക ദിക്കിനെ ആശ്രയിച്ചു. അവിടെയുള്ള മ്ലേച്ഛന്മാരുടെ രാജാവായിട്ട് ഭവിച്ചു. ഇവരെല്ലാം 100 പേരും വടക്ക ദിക്കിനെ ആശ്രയിച്ചു. വടക്കേ ദിക്കിന്റെ അപ്പുറം മുഴുവൻ മ്ലേച്ഛന്മാരാണ്, ചീനയിലുള്ളവരാണ്. അവര് മ്ലേച്ഛന്മാരെന്നാണ് പണ്ട് മുതലേ പറയുക. പൂണന്മാർ, മ്ലേച്ഛന്മാർ എന്നൊക്കെ ഓരോ പേരിലാണ് ഇതിനെയൊക്കെ പണ്ട് വിളിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് അവരുടെയൊക്കെ അധിപതിമാരായിട്ട് പേര് ഭവിക്കുകയും ചെയ്തു. ധ്രുവസ്യ ദുർമനാസ്തസ്മാൻ പ്രചേതാ പ്രാചേതസം 100 മ്ലേച്ഛാധിപതയോ അഭൂവന് ഉദീചിം ദിശമാശ്രിതാഹ. ധ്രുവസ്യ ദുർമനാസ്തസ്മാൻ പ്രചേതാ പ്രാചേതസം 100 മ്ലേച്ഛാധിപതയോ അഭൂവന് ഉദീചിം ദിശമാശ്രിതാഹ. പൂർവഫോശ്ച ഫുതോ വന്യർഭാഫോധ ഭാനുമാൻ സുഭാനസ്തദ്ഫുതോഫ്യാവേ കരന്ധമ ഉദാരധീഹി. പൂർവശോ,
അത് കഴിഞ്ഞു അടുത്ത തുർവശുവിന്റെ കഥയെക്കുറിച്ച് പറയാൻ പോവാം. യയാതിയുടെ പുത്രന്മാർ. തുർവഫുവിന് ഫുതഹപുത്രൻ യയാതിയുടെ രണ്ടാമത്തെ പുത്രന്റെ വംശം പറയാണ്. തുർവശുവിന്റെ പുത്രൻ വന്യയാണ്. തുർവഫുശ്ച ഫുതു വന്യഹി. വന്യയുടെ പുത്രൻ ഭാഫൻ. വന്നീർ ഭാഫോധ. ഭാനുമാൻ. ഭാഫന്റെ പുത്രൻ ഭാനുമാൻ. ഭാനുമാന്റെ പുത്രൻ ഫുഭാനു. ഫുഭാനു തത്ഫുത. തഫ്യാപി കരന്ധമ ഉദാരധീ. ഭാനുമാന്റെ പുത്രൻ ഫുഭാനു. ഫുഭാനുപുത്രൻ മഹാദാനശീലനായ കരന്ധമൻ. ഉദാരധി. തുർവഫോശ്ച ഫുതോ വന്നർ. വന്നേർ ഭാഫോധ ഭാനുമാൻ. ഫുഭാനു തത്ഫുതോ. തത്ഫുതോഫ്യാപി കരന്ധമ ഉദാരധി. മരുതസ്തത്ഫുതോ പുത്രപുത്രം പൗരവമന്വഭൂത്. ദുഷ്യന്തഫ പുനർധേജേഫം വംശം രാജ്യകാമുകാം. കരന്ധമന്റെ പുത്രനാണ് മരുതൻ. മരുതഃ തത്ഫുത. അതിൽ കരന്ധമന്റെ പുത്രൻ ഉദാരധി കരന്ധമ എന്നാണ് മുമ്പ് പറഞ്ഞു നിർത്തിയത്. അകരന്ധമന്റെ പുത്രൻ മരുതൻ. മരുതഃ തത്ഫുതോ അപുത്ര. അവന് സന്താനം ഉണ്ടായില്ല. അവൻ അപുത്രനായിരുന്നു. പുത്രം പൗരവം അന്വഭൂത്. അതിനാൽ പൂരുവംശത്തിൽ ജനിച്ച ദുഷ്യന്തനെ പുത്രനായിട്ട് സ്വീകരിച്ചു, കടമെടുത്തു. അങ്ങനെയാണ് തുർവശുവിന്റെ വംശം പിന്നെ നിലനിൽക്കുന്നത്. ജ്യേഷ്ഠാനുജന്മാരാണ് എല്ലാവരും. പൗരവം അന്വഭൂത് പുത്രം. പൂരുവിന്റെ പുത്രനെ അനുഭവിച്ചു. ആരെയാണ്? ദുഷ്യന്ത. പുനർഭേജേഫം വംശം രാജ്യകാമുക. അവനാകട്ടെ രാജ്യകാമുകനാണ്. രാജ്യം കിട്ടണം കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവനാണ്. ആ രാജ്യകാമുകനായ അവൻ തന്റെ വംശത്വത്തിനെ ആശ്രയിച്ച് പുരുവംശക്കാർക്ക് മാത്രമേ രാജ്യാധികാരമുള്ളൂ എന്ന് നേരത്തെ പറഞ്ഞല്ലോ. അങ്ങനെ ഫം വംശം പുനർഭേദേ. ഇനിയും തന്റെ വംശത്തിന് മാത്രമേ അധികാരമുള്ളൂ എന്ന് ആശ്രയിച്ചുകൊണ്ട് രാജ്യകാമുകനായിട്ട് ഭവിച്ചു അവൻ. മരുതസ്തത്സുതോ പുത്രപുത്രം പൗരവമന്വഭൂത്. ദുഷ്യന്തഫ പുനർഭേജേ ഫം വംശം രാജ്യകാമുകാം. മരുതസ്തത്സുതോ പുത്രപുത്രം പൗരവമന്വഭൂത്. ദുഷ്യന്തഫ പുനർഭേജേ ഫം വംശം രാജ്യകാമുകാം. യയാതിർജ്യേഷ്ഠപുത്രസ്യ യദോർവംശം നരർഷഭാം. വർണ്ണയാമി മഹാപുണ്യം സർവപാപഹരം നൃണാം. യയാതേഹി ജ്യേഷ്ഠപുത്രസ്യ യദോഹു വംശം നരർഷ. ഇനിമേൽ യയാതിയുടെ മൂത്ത പുത്രൻ, ജ്യേഷ്ഠപുത്രൻ യദുവിന്റെ വംശത്തെക്കുറിച്ച് പറയാൻ പോവാം. ഇതുവരെ അവരുടെ അനുജന്മാരുടെ 4 വംശത്തെക്കുറിച്ച് പറഞ്ഞു. ജ്യേഷ്ഠനായ യദുവിന്റെ വംശത്തെക്കുറിച്ച് ഞാൻ പറയാം. യയാതേഹി ജ്യേഷ്ഠപുത്രസ്യ യദോഹു വംശം നരർഷഭ. നരന്മാരിൽ വെച്ച് ഋഷഭനായ ശ്രേഷ്ഠനായവനെ വർണ്ണയാമി. അത് ഞാൻ വർണ്ണിക്കാൻ പോവാണ്. മഹാപുണ്യം സർവപാപഹരം. അത് മനുഷ്യർക്ക് മഹാപുണ്യമാണ്, സർവപാപഹരവുമാണ്. അതുകൊണ്ട് യദുവംശത്തെക്കുറിച്ച് ഇനി വർണ്ണിക്കാൻ പോകുന്നു. യയാതിർജ്യേഷ്ഠപുത്രസ്യായതോർവംശം നരർഷഭാം. വർണ്ണയാമി മഹാപുണ്യം സർവപാപഹരം നൃണാം. യദോർവംശം നരശ്രുത്വാ സർവപാപൈ പ്രമുച്യതേ. എത്രാവതീർണോ ഭഗവാൻ പരമാത്മാ നരാകൃതി. എന്തുകൊണ്ടാണ് സർവപാപഹരമാണ്, മഹാപുണ്യമാണ് ഈ വംശത്തെക്കുറിച്ച് പറയുന്നത് എന്ന് പറയാൻ കാരണം, യദോർവംശം നരശ്രുത്വാ. യദുവംശത്തെക്കുറിച്ച് ഒരു മനുഷ്യൻ ഒരിക്കൽ കേൾക്കാനിടയായാൽ സർവപാപൈ പ്രമുച്യതേ. എല്ലാ പാപങ്ങളിൽ നിന്നും മോചിക്കപ്പെടും. എന്താ കാരണം? എത്ര അവതീർണോ ഭഗവാൻ പരമാത്മാ നരാകൃതി. യാതൊരു വംശത്തിലാണോ പരമാത്മാവായ സാക്ഷാൽ ഭഗവാൻ നരാകൃതിയായി അവതരിച്ചത്. നരാകൃതി അവതീർണ. മനുഷ്യാകൃതി അവതരിച്ചത് യാതൊരു വംശത്തിലാണ്. ഇത്രയും വംശ പരമ്പരകൾ പറഞ്ഞിട്ട് യദുവംശത്തിലാണ് ഭഗവാൻ അവതരിച്ചത്. അതുകൊണ്ട് തന്നെ ആ യദുവംശത്തെ കുറിച്ച് പാടുകയോ പറയുകയോ
കഥനം ചെയ്യുകയോ ചെയ്യുന്നത് സർവഭാവത്തിൽ നിന്നും മുക്തി നേടാൻ കാരണമാണ്. യദൂർവംശം നരശ്രുത്വാ സർവപാപൈ പ്രമുച്യതേ എത്രാവതീർണോ ഭഗവാൻ പരമാത്മാ നരാകൃതേ യദൂഹ സഹസ്രജിത് ക്രോഷ്ട നളോരിവിരുതി ശ്രുതാ ചത്വാര ഫൂനവസ്തത്ര ശതജിത് പ്രഥമാത്മജഹാം. യദുവിന് യദൂഹു സഹസ്രജിത്, ക്രോഷ്ടാവ്, നളൻ, രിപു എന്നു പേരുള്ള 4 പുത്രന്മാരുണ്ടായി യദുവിന്. സഹസ്രജിത്, ക്രോഷ്ടാവ്, നളൻ, രിപു എന്ന്. ഇതിൽ പല പേരുകളും നമ്മൾ മഹാഭാരതത്തിൽ കേട്ട് പരിചയമുള്ള ആ ആളല്ല ഇതൊന്നും മനസ്സിലാക്കണം. ഇത് വേറെ പേരാണ്. ഒരു പേര് പലർക്കും ഉണ്ടാവല്ലോ. നളൻ എന്ന പേരിൽ എത്രയോ രാജാക്കന്മാരുണ്ടാവാം. നമ്മൾ കേട്ട ആ ഒരു നളൻ മാത്രം അല്ല എന്നുള്ളത് തിരിച്ചറിയണം. ചത്വാര ഫൂനവസ്തത്ര ശതജിത് പ്രഥമാത്മജഹാം. അതിൽ സഹസ്രജിത്തിന്റെ പുത്രനാണ് ശതജിത്ത്, ആദ്യത്തെ ആൾ. തത്ര ശതജിത് പ്രഥമാത്മജഹ, പ്രഥമാത്മജൻ ആദ്യത്തെ അവന്റെ പുത്രൻ. 4 പേരുണ്ടായി. അതിൽ ആദ്യത്തെ ആള് സഹസ്രജിത്താണ്. സഹസ്രജിത്തിന്റെ പുത്രൻ ശതജിത്ത്. യദോഹു സഹസ്രജിത് ക്രോട്ടാം നളോരിപുരിതി ശ്രുതാ ചത്വാര ഫൂനവസ്തത്ര ശതജിത് പ്രഥമാത്മജഹാം. മഹാഹയോ വേണുഹയോ ഹൈഹേശ്ചേതൽഫുദാഹം ധർമ്മസ്തു ഹൈഹേഫുദോ നേതാകുന്ദേ പിതാ തദാം. ശതജിത്തിനെ മഹാഹയൻ, വേണുഹയൻ, ഹൈഹേൻ എന്ന് 3 പുത്രന്മാർ. മഹാഹയോ വേണുഹയോ ഹൈഹേശ്ചേതൽഫുദാഹം ധർമ്മസ്തു ഹൈഹേഫുദോ നേത്ര. അതിൽ ഹൈഹേ പുത്രൻ ധർമ്മൻ, ധർമ്മന്റെ പുത്രൻ നേത്രൻ. ധർമ്മസ്തു ഹൈഹേഫുദ നേത്ര. അവന്റെ പുത്രൻ നേത്ര കുന്ദേഹി പിതാ തഥ. അവന്റെ പുത്രൻ നേത്രനാണ്. നേത്രന്റെ പുത്രൻ കുന്തിയുടെ പിതാവായ മഹാമതിയാണ് അവന്റെ പുത്രൻ, നേത്രന്റെ പുത്രൻ. മഹാഹയോ വേണുഹയോ ഹൈഹേശ്ചേതൽഫുദാം ധർമ്മസ്തു ഹൈഹേഫുദോ കുന്ദേ പിതാ തഥാ. സ്വോഹഞ്ജിതഭവത് കുന്ദേർ മഹിഷ്ടൻ ഭദ്രഫേനക ദുർമദോ ഭദ്രഫേനഫ്യധനക കൃതബീജസ്തു കൃതബീജഫൂഹും. അതിലെ കൃതബീജന്റെ പുത്രന്മാർ കുന്തിയുടെ പുത്രൻ ഫോഹഞ്ജിത് അഭവത് കുന്തേഹേ. അവന്റെ പുത്രൻ മഹിഷ്മാൻ. അവന്റെ പുത്രൻ ഭദ്രഫേനകൻ. അവന്റെ പുത്രന്മാരാണ് ദുർമദൻ, ധനകൻ എന്ന് 2 പേർ. ധനകന്റെ പുത്രൻ കൃതവീര്യൻ എന്നിങ്ങനെ ആ വംശത്തിലെ കുറെ രാജാക്കന്മാരുടെ പേര് പറഞ്ഞിട്ടുണ്ട്. ഫോഹഞ്ജിത് അഭവത് കുന്ദേർ മഹിഷ്മൻ ഭദ്രഫേനക ദുർമദോ ഭദ്രഫേനഫ്യാധനക കൃതവീര്യഫൂ കൃതാഗ്നി കൃതവർമാച കൃതാജൗധന ധനകാത്മജാഹം അർജുന കൃതവീരഫ്യ സപ്തദ്വീപേശ്വരോ ഭവത്. അതിലെ ധനകനെ കൃതവീര്യൻ മാത്രമല്ല, കൃതാഗ്നി, കൃതവർമാവ്, കൃതൗജഫ് എന്ന് 3 പുത്രന്മാർ കൂടിയുണ്ട്. മുമ്പത്തെ ശ്ലോകത്തിൽ കൃത അഗ്നി എന്നൊരാളുടെ കാര്യക്കാരെ പറഞ്ഞുള്ളൂ. ഇപ്പോൾ കൃതവർമാവ്, കൃത ഔജഫ്, കൃതാഗ്നി എന്ന് 3 പേര് കൂടി അദ്ദേഹത്തിന് പുത്രന്മാരായി ധനകൻ. അതിൽ കൃതവീരന്റെ പുത്രനായ അർജുനൻ 7 ദ്വീപുകളുടെ അധിപതിയായി ഭവിച്ചു. ഈ അർജുനനൊക്കെ കേട്ടാൽ നമ്മുടെ ഉള്ള ആ ഒറ്റ പേരെ ഓർമ്മ വരുള്ളൂ. അതൊക്കെ മാറ്റണം. ഇവിടെ വേറെയാണ് നാമം. കൃതവീരന്റെ പുത്രനാണ് അർജുനൻ. അർജുന കൃതവീരഫ്യ സപ്തദ്വീപേശ്വരോ ഭവത്. അയാൾ സപ്തദ്വീപമായ ഭൂമിയുടെ അധിപതിയായിട്ട് ഭവിച്ചു. കൃതാഗ്നി കൃതവർമാച കൃതാജോ ധനകാത്മജ അർജുന കൃതവീരഫ്യ സപ്തദ്വീപേശ്വരോ ഭവത്.
ദത്താത്രേയോധരേർവംശേ പ്രാപ്തയോഗമഹാഗുണം നൂനം കർത്തവീര്യഗതിം യാഫ്യതി പാർത്ഥിവാം യജ്ഞദാനതപോയോഗ സുപവീര്യജയാദിഭീം. ദത്താത്രേയാത് ഹരേഹി വംശാത്. ഇനി ഹരിയുടെ അംശാവതാരമായ ദത്താത്രേയിൽ നിന്ന് കൃതവീര്യപുത്രനായ അർജുനൻ യോഗത്തിൽ പരമോമായ ഉത്കൃഷ്ട ഗുണങ്ങൾ പ്രാപിച്ചവനായി തീർന്നു അയാൾ. ദത്താത്രേയാത് ഹരേഹി അംശാത് പ്രാപ്തയോഗ മഹാഗുണൈഹി. ധാരാളം ഗുണങ്ങളെ കൊണ്ട് യോഗത്തെ പ്രാപിച്ചവനായി തീർന്നിട്ട് നൂനം കർത്തവീര്യസ്യാം. യജ്ഞം, ദാനം, തപസ്, യോഗം, ശാസ്ത്രജ്ഞാനം, പരാക്രമം, ശത്രുജയം എന്നിവകൊണ്ട് മറ്റു രാജാക്കന്മാർക്ക് കാർത്തവീര്യാർജുന മഹിമ പ്രാപിക്കാൻ കഴിഞ്ഞില്ല. ഈ അർജുനൻ ആരാണ്? കാർത്തവീര്യാർജുനൻ ദത്താത്രേയയിൽ നിന്ന് ഉണ്ടായത്. അവൻ ആ കാർത്തവീര്യന്റെ ഗതി ആർക്കും പ്രാപിക്കാൻ പറ്റില്ല, ഒരു രാജാക്കന്മാർക്കും. എന്തുകൊണ്ടാണ്? യജ്ഞം, ദാനം, തപസ്, യോഗം, സുഖം, വീര്യം, ജയം. ഈ 7 ഗുണങ്ങളെ കൊണ്ട് ഒരു രാജാക്കന്മാർക്കും അദ്ദേഹത്തിന് അടുക്കൽ പോലും എത്താൻ സാധിച്ചിരുന്നില്ല. ദത്താത്രേയാധരേരംശാത് പ്രാപ്തയോഗ മഹാഗുണാം നൂനം കർത്തവീര്യഗതിം യാഥിന്തി പാർത്ഥിവാം യജ്ഞദാനതപോയോഗ സുപവീര്യജയാദിഭീം. ദത്താത്രേയാധരേരംശാത് പ്രാപ്തയോഗ മഹാഗുണാം നൂനം കർത്തവീര്യഗതിം യാഥിന്തി പാർത്ഥിവാം യജ്ഞദാനതപോയോഗ സുപവീര്യജയാദിഭീം. പഞ്ചാശീതിഫഹഫ്രാണീം ഹ്യവ്യാഹതബലസമാ അനഷ്ടവിത്തസ്മരണോ ബുഭുജയ അക്ഷയ്യഷത്വസൂം. അയാൾ കാർത്തവീര്യാർജുനൻ ഹരിയുടെ അംശമായ ദത്താത്രേയിൽ നിന്നും കൃതവീര്യപുത്രനായ അർജുനൻ യോഗബലം കൊണ്ട് ഉത്കൃഷ്ട ഗുണങ്ങൾ പ്രാപിച്ചു. അതിൽ യജ്ഞവും, ദാനവും, തപസ്സും, ശാസ്ത്രജ്ഞാനവും, പരാക്രമവും ഇതെല്ലാം കൊണ്ട് ഒരു രാജാക്കന്മാർക്കും അദ്ദേഹത്തിന് ഒരിക്കൽ എത്താൻ പറ്റിയില്ല. അതുകൂടാതെ ശരീര, ഇന്ദ്രിയ ഈ 2 എണ്ണത്തിനുള്ള ബലത്തിന് ഒരു കുറവും വരാതെ അദ്ദേഹം ധ്യാനാദികൾ ചെയ്തുകൊണ്ടേയിരുന്നു. പഞ്ചാശീതി ഫഹഫ്രാണിഹി അവ്യാഹത ബല സമാഹ. അവ്യാഹതമായ ബലം, ഒരു കുറവും ഉണ്ടാത്ത, ഒരിക്കലും തടസ്സമുണ്ടാകാത്ത ബലം അദ്ദേഹത്തിനുണ്ടായി. എന്ത് ബലമാണ്? ശരീരബലം, ഇന്ദ്രിയങ്ങളുടെ ബലം, മനസ്സിന്റെ ബലം. അത് എങ്ങനെയാണ്? അനഷ്ടവിത്തസ്മരണവും. വിത്തസ്മരണത്തെ ധനത്തിനോടുള്ള ആ സ്മൃതിയോട് കൂടിയവനായിട്ട് അനഷ്ടവിത്തസ്മരണ, വിത്തസ്മരണം നശിക്കാത്തവനായി, അനഷ്ടനായി. ബുഭുജേ അക്ഷയ്യഷഡ്വസു. ബുഭുജേ ഭുജിച്ചു, അനുഭവിച്ചു. അക്ഷയ്യമായ, ഒരിക്കലും ക്ഷയിക്കാത്ത 6 ഇന്ദ്രിയ വിഷയങ്ങളെ, ഷഡ് വസു, 6 വസുക്കളെ, 6 ഇന്ദ്രിയ വിഷയങ്ങളെ അദ്ദേഹം അനുഭവിച്ചു. അപ്പം 7 ഗുണങ്ങളോടുകൂടി രാജ്യം ഭരിച്ചു. പക്ഷെ രാജ്യഭാരം നിർവഹിക്കുമ്പോഴും ആധ്യാത്മിക ഗുണം വിട്ടുപിരിഞ്ഞു പോയില്ല. അതുകൊണ്ട് അദ്ദേഹം ശമദമങ്ങൾ സ്വീകരിച്ചു. ഇന്ദ്രിയങ്ങൾക്കും ശരീരത്തിനും ബലമുണ്ടാക്കി. അതുകൊണ്ട് ധനാദികൾക്ക് ഒരു കുറവുണ്ടായില്ല. തന്റെ സ്മൃതിക്കും കുറവുണ്ടായില്ല. 6 ഇന്ദ്രിയങ്ങളെ കൊണ്ട് അനുഭവിക്കാൻ യോഗ്യമായ എല്ലാ
ഭൗതിക സുഖഭോഗങ്ങളും 85 സഹസ്രാണി 85,000 വർഷം. 85 85 അശീതി 80 85 85 സഹസ്രം 85,000 85,000 സംവത്സരം അദ്ദേഹം ഒരു ലീലയായി ഈ രാജ്യഭരണത്തെ നിർവഹിച്ചു എന്നർത്ഥം. ഹരിയുടെ അംശമായി ജനിച്ചതുകൊണ്ട് തന്നെ. 85 സഹസ്രാണി ഹ്യവ്യാഹത ബലഫമാം അനഷ്ടവിത്തസ്മരണോ ബുഭുജേ അക്ഷയ്യ ഷഡ്വസു. 85 സഹസ്രാണി ഹ്യവ്യാഹത ബലഫമാഹം അനഷ്ടവിത്തസ്മരണോ ബുഭുജേ അക്ഷയ്യ ഷഡ്വസു. തസ്യ പുത്ര സഹസ്രേഷു പഞ്ചൈവോ ഉർവരിതാമൃതേ ജയധ്വജ ശൂരസേനോ വൃഷഭോ മധുരോർജിതാം. ആ കാർത്തവീര്യാർജുനനെ 1000 പുത്രന്മാർ. തസ്യ സഹസ്രപുത്രേഷു പഞ്ചൈവ ഉർവരിതാമൃതേ 5 പേരെ മൃതേ യുദ്ധത്തിൽ ഉർവരിതാഹ ഹനിക്കപ്പെട്ടു. ആരോടാണ്? പരശുരാമനുള്ള യുദ്ധത്തിൽ. പഞ്ചൈവ ഉർവരിതാമൃതേ പരശുരാമനുമായിട്ടുള്ള യുദ്ധത്തില് 5 പേര് മരിച്ചു. ജയധ്വജ ശൂരസേനോ വൃഷഭോ മധുഹു ഊർജിത. അതിൽ ജയധ്വജൻ, ശൂരസേനൻ, വൃഷഭൻ, മധു, ഊർജിതൻ എന്ന് ആണ് ബാക്കി ജീവിച്ചിരിക്കുന്നവരുടെ പേര്. ഈ 5 പേരെ ജീവിച്ചിരുന്നുള്ളൂ. ബാക്കി എല്ലാവരെയും പരശുരാമനാൽ വധിക്കപ്പെട്ടു. തസ്യപുത്ര സഹസ്രേഷു പഞ്ചൈവോർവരിതാമൃതേ ഉർവരിതാമൃതേ ജയധ്വജ ശൂരസേനോ വൃഷഭോ മധുരോർജിതാം. ജയധ്വജ താലജംഘസ്തസ്യ പുത്രശതം ത്വഭൂത് ക്ഷത്രം യത് താലജംഘാഖ്യം ഔർവതേജോപസംഹൃതം. അങ്ങനെ ജയധ്വജനിൽ നിന്നും താലജംഘൻ ഉണ്ടായി. ജയധ്വജാത് താലജംഘ. ജയധ്വജന്റെ പുത്രനായിട്ട് താലജംഘൻ. അവന് 100 പുത്രന്മാരുണ്ടായി. ജയധ്വജാത് താലജംഘ തസ്യ പുത്രശതം തു അഭൂത്. അവന് 100 പുത്രന്മാരുണ്ടായി. അതേ താലജംഘം എന്ന പേരായ ആ ക്ഷത്രിയ വർഗത്തെ ഔരൻ എന്ന ഋഷിയുടെ തേജസ്സു ചേർന്ന സകല മഹാരാജാവ് നശിപ്പിച്ചവർ. രാമായണത്തിൽ വിസ്തരിച്ച് പറയുന്ന കഥകളാണ് ഇതൊക്കെ. ഇവിടെ ഈ കഥ മുഴുവൻ വേണ്ട. ഇവിടത്തേക്ക് വരാൻ വേണ്ടിയുള്ള വഴി ഒരുക്കുകയാണ്. കാട് മുഴുവൻ വെട്ടി തെളിക്കേണ്ട ആവശ്യമില്ല. നടന്നു പോകുന്ന വഴി മാത്രം ഉണ്ടാക്കിയാണ്. അത്രയും നാമത്തിൽ ഇദ്ദേഹം ഉദ്ദേശിക്കുന്നു. ശ്രീകൃഷ്ണന്റെ അടുത്തേക്ക് എത്താൻ ഒരു വഴി വേണമല്ലോ. അതിനുവേണ്ടി വഴിക്ക് നടന്നു പോകേണ്ട അത്രയും ഭാഗം ചെത്തി വെടിപ്പാക്കി അവിടെയുള്ള മരങ്ങൾ, വൃക്ഷങ്ങൾ, ചെടികൾ, മണ്ണ് ഇതിനെ കുറിച്ചൊക്കെ നമുക്ക് പറഞ്ഞു പിടിച്ചു. ഇനി ആ കാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്. അതിനെക്കുറിച്ചൊന്നും പറയാൻ പോകുന്നുമില്ല. അങ്ങനെ ജയധ്വജനിൽ നിന്ന് താലജംഘനുണ്ടായി. അവന് 100 പുത്രന്മാർ. ആ താലജംഘം എന്ന പേരായ ക്ഷത്രിയവർഗത്തെ മുഴുവൻ ഔരൻ എന്ന ഋഷിയുടെ തേജസ്സോട് ചേർന്ന് സകല മഹാരാജാവ് നശിപ്പിച്ചു. ജയധ്വജ താലജംഘസ്തസ്യ പുത്രശതം ത്വഭൂത് ക്ഷത്രം യത് താലജംഘാഖ്യം ഔർവതേജോപസംഹൃതം. തേഷാം ജ്യേഷ്ഠോ വീതിഹോത്രോ വിഷ്ണുപുത്രോ മധോസ്മൃതാം. അവരിൽ വെച്ച് ജ്യേഷ്ഠപുത്രനായ വീതിഹോത്രന്റെ പുത്രനാണ്. തേഷാം ജ്യേഷ്ഠോ വീതിഹോത്രോ വൃഷ്ണി. അവന്റെ പുത്രനാണ് മധുഹു പുത്ര വിഷ്ണുസ്മൃത. അങ്ങനെ താലജംഘന്റെ ജ്യേഷ്ഠപുത്രനായിട്ട് വീതിഹോത്രൻ, വീതിഹോത്രന്റെ പുത്രൻ മധു, മധുവിന്റെ പുത്രൻ വൃഷ്ണി. തേഷാം ജ്യേഷ്ഠോ വീതിഹോത്രോ വിഷ്ണുപുത്രോ മധോസ്മൃതാം. തസ്യ പുത്രശതം ദ്വാഫീത് വൃഷ്ണിജ്യേഷ്ഠം യതകുലം. മാധവാ വൃഷ്ണയോ രാജൻ യാദവാശ്ചേതി സത്യതാഹം. മധുവിനെ തസ്യ അവന് പുത്രശതം തു ആഫീത്. അവന് 100 പുത്രന്മാരുണ്ടായി. അതിൽ മൂത്ത ആളുടെ പേര് വൃഷ്ണി എന്നാണ്. വൃഷ്ണി ജ്യേഷ്ഠം യതകുലം.
മാധവാഹ മധുവിൽ നിന്നും ജനിച്ചവർ. മാധവൻ മധുവിൽ നിന്നും ജനിച്ചവൻ. വൃഷ്ണയ രാജൻ. വൃഷ്ണിയിൽ നിന്നുണ്ടായവർ വൃഷ്ണികൾ. മധുവിൽ നിന്നുണ്ടായവർ മാധവന്മാർ. ഏ രാജൻ, ഇങ്ങനെയെല്ലാം യാദവാശ്ചേത ഭക്തിയതാഹ യാദവന്മാരെന്നും പേരുള്ളതാണ്. യാദവന്മാരുടെ 2-3 പേരുകൾ ഭാഗവത്തിൽ ഇഷ്ടം പോലെ പരാമർശിക്കുന്ന കൃഷ്ണികൾ, അന്ധകന്മാർ, ഭോജന്മാർ എന്നൊക്കെ പറഞ്ഞ് പല പേരിൽ പറയും. അതില് മധുവിന്റെ പുത്രന്മാരായ മാധവന്മാരെ, അതേപോലെ വൃഷ്ണികള്, യാദവന്മാർ എന്നിങ്ങനെ 3 പേരിലാണ് ഈ പുത്രന്മാരെ അറിയപ്പെടുന്നത്. തക്ഷ്യപുത്രശതം ദ്വാഫിത് വൃഷ്ണിജ്യേഷ്ഠം യതക്കുലം മാധവാ വൃഷ്ണയോ രാജൻ യാദവാശ്ചേതി ഭക്തിതാം യദുപുത്രോ പുത്രോ വർജിനമാംസ്തതാം ശ്വാഹിസ്തതോ ഋഷേ പൂർവൈ തഫ്യചിത്രരഥസ്തതാം. യദുവിന്റെ 2ാമത്തെ പുത്രനായ ക്രോഷ്ടാവിന് വൃജിനവാൻ എന്ന പേരായൊരു പുത്രൻ ഉണ്ടായി. യദുപുത്രഫ്യച ക്രോഷ്ടോഹു പുത്രോ വൃജിനവാംസ്തത. അവനിൽ നിന്നും ശ്വാഹി എന്ന പുത്രൻ, അവനിൽ നിന്നും ഋഷേകു എന്ന പുത്രൻ. ശ്വാഹിസ്തതോ ഋഷേകുഹു വൈ തഫ്യ ചിത്രരഥസ്തത. അവനിൽ നിന്നും ചിത്രരഥൻ എന്ന പുത്രനും ഉണ്ടായി. യദുപുത്രഫ്യച ക്രോഷ്ടോ പുത്രോ വർജിനവാംസ്തതാം ശ്വാഹിസ്തതോ ഋഷേകു വൈ തഫ്യ ചിത്രരഥസ്തത. ഇനി ഈ അധ്യായം മുഴുവൻ ഇങ്ങനെ ഈ പേര് പറഞ്ഞ് ശ്രീകൃഷ്ണന്റെ അവതാരത്തിലേക്ക് കടക്കാനുള്ള ഒരു ഒരുക്കമാണ്. അടുത്ത അധ്യായം കൊണ്ട് അത് തീരും. 24ാമത്തെ അധ്യായം കൊണ്ട് അത് പറഞ്ഞു തീർക്കും. ഇനിയിപ്പോ നമ്മുടെ സമയമായതുകൊണ്ട് നമുക്ക് ഇവിടെ ഉപസംഹരിക്കാം. 8-9 ശ്ലോകം കൂടി ഉണ്ട്. എന്നാലും നമ്മൾ ഇരുന്നാലും തീരില്ല. അടുത്ത ദിവസത്തേക്ക് മാറ്റി വെക്കാം. ആർക്കെങ്കിലും സംശയമാണെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഉപസംഹരിക്കാം. സാറേ, ഇതിനകത്ത് കർണന്റെ കാര്യം പറയുന്ന മഹാഭാരതത്തിലെ കർണനാണോ? അതെ അതെ. അപ്പൊ അതിനകത്ത് അതിരഥൻ രാജാവല്ലേ? അതിരഥൻ എടുത്ത് വളർത്തിയാണ് പൂതന. അതിരഥൻ രാജാവല്ലേ? രാജാവാണ്, പൂതനുമാണ്. സൂതപുത്രൻ എന്ന് പറഞ്ഞ അപ്പോഴും കർണനെ അതെ രാജാവാണ്. പക്ഷെ ചെയ്തിരുന്ന കർമ്മം സൗത്യമാണ്, ഭൂതകർമ്മം, പൗർണമിമാണ്. ശരിക്കും പറഞ്ഞാൽ ക്ഷത്രിയൻ തന്നെയാണ് പുള്ളി, അല്ലേ? അതെ. ആ കാലത്തിലൊക്കെ ശരിക്കും തൊഴിലിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ വർണ്ണം തിരിച്ചിരുന്നത്. ഇപ്പോഴേ പോലെ ജനിച്ച സമുദായത്തിന്റെ പേരിലല്ല. അല്ല അല്ല അല്ല. അതിരഥൻ ശരിക്കും ക്ഷത്രിയനാണ്. അത് ഈ എവിടെയൊക്കെ പറയും ക്ഷത്രിയനാണ്, പക്ഷെ ഭീഷ്മരുടെ തേരാളിയായിരുന്നു. അതുകൊണ്ട് ഭൂതകർമ്മം ചെയ്തത് മാത്രം. അപ്പൊ നമ്മളെ ചെയ്യുന്ന കർമ്മങ്ങൾക്കനുസരിച്ചാണ് ആ സമയത്തൊക്കെ. അല്ലാതെ നമ്മൾ ഇന്ന സമുദായത്തിൽ ജനിച്ചുകൊണ്ട് ഇന്നയാളാണെന്ന് അല്ലായിരുന്നു. ഗുണകർമ്മ വിഭാഗശാസ്ത്രം. ഉപസംഹരിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.